ആ കുഞ്ഞോനെ എന്താ വർത്താനോ? ആ എന്താ എളാപ്പേ, എന്താ ഒരു മുന്നറിയിപ്പൊന്നുമല്ല. അല്ല ഇന്നെന്താ ലീവാണോ? ഈ സ്ഥലം എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച്? നീ വന്നെന്ന് ഞാനല്ലേ കൊണ്ടാക്കാൻ വന്നത്. എനിക്ക് ഒരു പ്രാവശ്യം വന്നാൽ മതി. ഞാനതൊക്കെ മറന്നാണ്. എന്തായാലും ഇരിക്കി. അസി പറഞ്ഞ് നീ വീട്ടിൽ വിളിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. എന്താ അത്? ഞാൻ ഇടക്ക് വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ അവിടെയും ഇവിടെയൊന്നും വിശേഷിച്ച് പറയാനൊന്നുമില്ലല്ലോ. വിശേഷമൊന്നും ഇല്ലെങ്കിലും ആപ്പാനും ഉമ്മാനും വിളിച്ച് വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും. ഒരു 4 ദിവസം കൂടുമ്പോഴെങ്കിലും. അത് കഴിഞ്ഞുള്ള തിരക്കൊക്കെ മതിയാണ്. എളാപ്പ് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നു? ഇവിടുത്തെ തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. കുറ്റപ്പെടുത്തല്ല കുഞ്ഞോനെ, അപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ സോറിയടാ, ഞാൻ വേറെ തിരക്ക് പെട്ടതാ. കഴിഞ്ഞ ആഴ്ച വണ്ടി കൊടുത്ത് പൈസ പറഞ്ഞത് കാര്യങ്ങളുടെ പോയിട്ട് ഇവിടെ പൊളിക്കാൻ നമുക്ക്. കുഞ്ഞോനെ എവിടെ ബാത്റൂം? അവിടെ വലത്തുകെട്ട് പോയാൽ മതി. ആരത്? അത് ഓന്റെ അളപ്പണ. എളാപ്പെന്ന് പറഞ്ഞ വകയല്ല ഒരു എളാപ്പാണ്. ഞാൻ വിളിച്ചൊന്നല്ല, വലിഞ്ഞു കയറി വന്നാ. കുഞ്ഞോനെ നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പോന്നിട്ടാ. നിക്ക് നീ ക്യാഷ് വല്ലതും വേണോ? വേണ്ട കുഞ്ഞോനെ, മടക്കം പഠിച്ചിട്ട് എളാപ്പൻ ഇപ്പൊ പൈസയൊക്കെ ഉണ്ട്. എളാപ്പ എല്ലാവരും സഹായിച്ചിട്ടുള്ളൂ മോനെ. അതുകൊണ്ട് പടച്ച എല്ലാവരും എന്നെ കുടുക്കിയിട്ടില്ല. ആരോഗ്യം അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആരെ പേടിക്കാനാ മോനെ. എന്നാ എളാപ്പ പോവാണ്. നിനക്കും നിന്റെ കൂട്ടുകാർക്ക് ഇതൊരു ഫുഡാണ് മോനെ. ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഞങ്ങൾ പുറത്ത് പോവാണ്, അപ്പൊ പുറത്തുനിന്ന് കഴിക്കും. പിന്നെ ഇത് കച്ചറ ഇടേണ്ടി വരും. പടച്ചോനെ, എന്നാ കച്ചറ കാണണ്ട മോനെ. വിശപ്പിന്റെ വില എളാപ്പ നല്ല അനുഭവിച്ചാണ്. അല്ല മൊയ്തീനെ, എവിടെ രാവിലെ തന്നെ ലീവായിട്ട് തണ്ടനോടൊക്കെ ഇറങ്ങിക്കണ്? സാധിക്കേ, ഞാൻ ദുബായ് വരെ വന്നാണ് അസീസിന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ റോളേക്കൊന്ന് ഇറങ്ങിയതാ. എന്താ ഈ ഓനെ കണ്ടാ? അസീസിന്റെ മകനെ കണ്ടു, കൂട്ടുകാരെയും കണ്ടു, ഭക്ഷണം കഴിച്ചു, മനസ്സ് നിറഞ്ഞു. സാധിക്കാൻ സന്തോഷമായി. ഞാൻ അൽഹംദുലില്ലാ, ഏതായാലും കണ്ടല്ലോ. ഇതാണ് പറഞ്ഞത് രക്തബന്ധം എന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? ഓ മനസ്സിലായി സാധിക്കേ, മനസ്സിലായി.